നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണത്തിന് നീക്കം നടക്കുകയാണ്. മുഖ്യമന്ത്രി ജയിലിലാകുന്നത് ഭരണഘടനാ പ്രതിസന്ധിയാകുമെന്ന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചു കഴിഞ്ഞു. ഗവർണറുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ തീരുമാനം എടുക്കും. കസ്റ്റഡിയിലിരുന്നും കേജ്രിവാൾ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിന് നേരത്തെ BJP ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. കേജ്രിവാളിനെ ജയിലിനുള്ളിൽ നിന്ന് ഭരിക്കാൻ അനുവദിക്കില്ല എന്ന ലഫ്റ്റനന്റ് ഗവർണർ V. സക്സേന കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കേജ്രിവാൾ ജയിലിൽ നിന്ന് ഡൽഹിയുടെ ഭരണം തുടരുമെന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ ആവർത്തിച്ച പശ്ചാത്തലത്തിലായിരുന്നു സക്സേനയുടെ പ്രതികരണം. ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട മാർച്ച് 21-നാണ് കേജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തത്. അതേസമയം കേജ്രിവാളിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡി ED നീട്ടി ചോദിക്കും. കേജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന പൊതുതാൽപര്യ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മദ്യനയ കേസിൽ സത്യം ഇന്ന് കോടതിയിൽ വെളിപ്പെടുത്തുമെന്നാണ് കേജ്രിവാളിന്റെ ഭാര്യ സുരിത പറഞ്ഞത്. പല അഭ്യൂഹങ്ങൾക്കും കാരണമായിട്ടുണ്ട്. തെളിവ് സഹിതം കോടതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് സുരിത ഇന്നലെ വ്യക്തമാക്കിയത്. അതേസമയം കേജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ഹർജി ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും. സുർജിത് സിംഗ് യാദവാണ് ഡൽഹി ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് EDയുടെ നീക്കം. ഇതിന്റെ ഭാഗമായി ആം ആദ്മി പാർട്ടിയുടെ ഗോവ അധ്യക്ഷനടക്കം 4 പേരെ ED ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. ഇന്ന് ഡൽഹിയിലെ ED ആസ്ഥാനത്ത് ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. നേരത്തെ മദ്യം അഴിമതിയിലൂടെ ലഭിച്ച പണം ഗോവയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചു എന്നും ഗോവയിലെ സ്ഥാനാർത്ഥികൾ അടക്കം ഇതിൽ പങ്കുണ്ട് എന്നും ED കോടതിയിൽ ആരോപിച്ചിരുന്നു.